അപ്പൊ എന്തൊക്കെയായിരുന്നു ആറാമത്തത് തോൽപ്പിക്കൽ. ഈ മഞ്ഞക്കുപ്പായം മാറ്റിയാണ്ട് ചോപ്പിട്ടവർക്ക് ആറാമത്തത് എന്ന് പറയുമ്പോ ഒരു സ്ട്രെസ് ഉണ്ട്. നിങ്ങള് അടിവരട്ട് പറഞ്ഞു എല്ലാതെ ഈ മഞ്ഞക്കുപ്പായം മാറ്റി വന്നോര് എല്ലാവരും ഞാൻ വാസിട്ട് നോക്കിയിട്ട് ഇവിടെ ഒരു പഞ്ചാബിന്റെ ആരാധകരും കാണാം. അതൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കാന്നല്ലാതെ ഞങ്ങൾ ആരാധകരുടെ വീവേഴ്സിൽ മൊത്തം പൊളിഞ്ഞു. എത്താ 5 കപ്പ് ഞങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഒന്നെങ്കിലും കിട്ടുമോ നോയിക്കോളി. അതാ സംഘം അവിടെ കാത്തിരിക്കുന്നുണ്ട്. പിന്നെന്താ തർക്കം? നിങ്ങൾ RCB പൊട്ടി 101 റണ്ണിന് പൊട്ടി ഓൾ ഔട്ട് ആയില്ല. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ കപ്പ് എടുക്കുന്ന അറിയാം. അല്ല ഞങ്ങള് എങ്ങോട്ടാ ഫൈനലിലാണ് എത്തിക്കണ്ടേ? ആയിക്കോട്ടെ, എത്ര കൊല്ലത്തിന് ശേഷം അല്ല അറിയാൻ വേണ്ടി ചോദിച്ചാ. അല്ല അതിവിടെ 11 കൊല്ലത്തിന് ശേഷം 11 ആയിക്കോട്ടെ. അപ്പൊ ഞങ്ങൾ അതിന്റെ 5 കപ്പുകൾ ഇതാ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കാര്യം കൂടി, ആ 11 കൊല്ലം മുമ്പ് നിങ്ങള് ഫൈനലിൽ എത്തിയപ്പോ നിങ്ങളെ പേരെന്തേന്ന്? അതൊന്നും പറഞ്ഞത് അല്ലാന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. അതൊന്നുമല്ല ഇവിടുത്തെ പ്രസക്തമായ കാര്യം അല്ലേ? ആ പേര് മാറ്റിയാണ്ട് വേറെ പേരിട്ട് വന്നേക്കാണ് നിങ്ങൾ ഇന്നലെ ഞങ്ങളെ അയ്യരുടെ കളി കണ്ട. ഇങ്ങനെ വന്നില്ല, ഇങ്ങനെ എടുത്തോ നിങ്ങൾ എന്തേലും ബൂം ബൂം ബൂംറല്ലേ എന്തേലും എന്നിട്ട് ഇങ്ങനെ ആ യോർക്കർ എന്തോ ഭാഗ്യത്തിന് കൊണ്ടില്ല കുറ്റി പോയാനെ. ബോൾട്ടിന് അടിച്ചത് ഓക്കെ, അത് മര്യാദക്ക് അടിച്ചത് എങ്ങനെയാന്നുള്ളത് വലിയ എന്തേലും മാച്ച് ഭയങ്കര പ്രയാസത്തിലാകുമ്പോൾ കൊടുത്താൽ മതി, ജയിപ്പിച്ചു തരും. എത്ര കളികൾ മുമ്പ് തന്നെ അവിടെ ഇംഗ്ലീഷ് അടിച്ചു പരത്തിക്കണം ബൂംറനെ. അതോടുകൂടി തന്നെ കഴിയണം. പിന്നെ അയ്യര് വളരെ ഇംഗ്ലീഷ് ഒക്കെ കുറെ കാലമായി ബൂംറക്കെതിരെ കളിച്ചിട്ടുണ്ടല്ലോ. ഇതിന് മുമ്പ് ഇങ്ങനെ അടിച്ചിട്ടുണ്ടാ? അതല്ലല്ലോ അതൊക്കെ തന്നെയാണ്. വേറെന്താ ബൂംറ നിങ്ങളെ രക്ഷിച്ചില്ല, നിങ്ങള് മൂപ്പരെ മാത്രം ഇങ്ങനെ കാത്തുന്നു. അതൊന്നുമില്ല, വളരെ സിമ്പിൾ കൂൾ കാം ആയിട്ടുള്ള അയ്യർ. മുമ്പത്തെ കളിയില് ക്വാളിഫയർ 1 എടുക്കാൻ പറ്റാഞ്ഞേ. അപ്പൊ ഇതൊക്കെ ചില ദിവസങ്ങൾ കഴിഞ്ഞല്ലോ. ഞങ്ങൾ 1ാം സ്ഥാനത്ത് അതാണ് പറഞ്ഞത്. ചില ദിവസങ്ങൾ ഇങ്ങനെയാണ്. അല്ല കഴിഞ്ഞല്ലോ SRH ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞാണ്ട് ഫൈനലിൽ പോയിന്ന്. എന്നിട്ട് എന്താ ഉണ്ടായതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ആ വക വർത്താനം നിങ്ങൾ പറയണ്ട. ഫൈനലിൽ RCB അല്ലേ, RCB നെ കൊണ്ട് 100 ഓൾ ഔട്ട് ആയത് നിങ്ങൾ ആ RCB-നോടാണ്. ടെസ്റ്റ് ചെയ്തല്ലേ ടെസ്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് മനസ്സിലായി എന്തൊക്കെയാണ് RCB-നെറ്റ് കളിക്കുമ്പോ നോക്കണ്ടേ. ഇനി ഞങ്ങൾ ഫൈനലിൽ ഫുൾ സെറ്റാണ്. എന്തോ ഭാഗ്യത്തിന് ഒരാള് നിന്ന് അടിച്ച് ജയിച്ച് അതിനിപ്പോ എമ്മാതിരി തള്ളും തള്ളണ്ട. ആ വധേറിന്റെ ക്യാച്ച് നമ്മളെ ഡമാന്തിറിന് ജഡ്ജ് ചെയ്ത് തെറ്റി കൈക്കന്ന് പോയി. അങ്ങനൊക്കെ ഉള്ള ചില പ്രശ്നങ്ങൾ ഉണ്ട്. അല്ല ഞാൻ പറഞ്ഞതാണ്. അപ്പൊ നിങ്ങള് ചില ഭാഗ്യത്തിന് അങ്ങോട്ട് എത്തിക്കാണ്ട് ഇപ്പൊ എന്താ വെച്ചാല് എന്താ സംഭവിച്ചെന്ന് വെച്ചാല് ഇതുവരെ ഇല്ലാത്ത ആൾക്കാർ പൊട്ടി പൊളിച്ച് വരികയാണ്. ഓരോരുത്തർ ഞാനും പഞ്ചാബ് അറിയും ഇതുവരെ മുണ്ടാ നിൽക്കുകയാണ്. ഇപ്പൊ അങ്ങനെ വരികയാണ്. കുറെ ഉണ്ട്. ഭാഗ്യത്തിന്റെ വിഷയമൊന്നുമല്ല, ഫുൾ കാൽക്കുലേറ്റഡ് ആയിട്ട് കളിച്ചാണ്. അതായത് ആദ്യം തന്നെ MI ആണെന്നും CSK ആണെന്നും RCB ആണെന്നൊക്കെ പറയാനുള്ള ധൈര്യമാണ്. ഇത് ഫൈനലിൽ എത്തുമ്പോ അതിന്റെ പിന്നാലെ എല്ലാ കളിയും ജയിച്ചങ്ങനെ വന്നപ്പോ കൂടിയും പൊടിയും തട്ടി വന്നൊക്കെയാണ്. അതല്ലാന്ന് എല്ലാരും കൂടി പൊടിയും തട്ടി നിങ്ങളെ കൂടുതൽ ഉറങ്ങി ഇപ്പൊ തലട്ട് ഇങ്ങനെ പുറത്തേക്ക് അത് ഞങ്ങളെ കൂട്ടത് കൂടിയതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾക്ക് വിഷയമൊന്നുമല്ല. കുറെ ആൾക്കാരുണ്ട് പഞ്ചാബ് പറയാനുള്ള ധൈര്യം ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അങ്ങനെ അങ്ങോട്ട് വരികയാണ്. ഞങ്ങൾ എന്ന് പറയാം മുംബൈ എന്ന് പറഞ്ഞാൽ മുംബൈ അത് മാറ്റമില്ല. അത് വൺ ഫാമിലിയാണ്. അതിനൊരു മാറ്റമില്ല. നിങ്ങൾ കപ്പ് എടുത്തോളൂ. ഞങ്ങൾക്ക് എത്താം. ഞങ്ങൾക്ക് 5 ഉണ്ട്. അതിന്റെ ഏത് നിങ്ങൾ എത്തൂല. നിങ്ങളൊരു 15 കൊല്ലം കളിച്ചാലും ഇന്നലെ 5 കപ്പിന്റെ ഒപ്പം നിങ്ങൾ എത്തൂല. ഇന്നലെ പിന്നെ കുറെ സ്വരംപർശലൊക്കെ ഉണ്ട്. ബാങ്കില്ല, ട്രാൻസാക്ഷൻ ഫെയില്. ഇതാണ് നിങ്ങളെ നിലവാരം. നിങ്ങൾ പറഞ്ഞത് മറ്റേ കായ് കൊടുക്കാൻ പറ്റില്ല ബാങ്ക് ഇല്ലാത്തോണ്ടല്ലേ. ഇത്രയും പൊട്ടന്മാരുണ്ടാവും. കാരണം ബാങ്ക് ഉണ്ടാക്കിയിട്ടാണ് ഇപ്പൊ ഈ ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഇത് ഏതാ കാലം 2025 മൊബൈൽ ആപ്പുകളിലൊക്കെ ട്രാൻസാക്ഷൻ നടക്കും. അപ്പൊ അത്ര പോലും വിവരമില്ലാത്ത കുറെ ആൾക്കാരാണ് ഇതിങ്ങനെ പിടിച്ച് നടക്കുക. ആയിക്കോട്ടെ. ഇത് എന്താണെന്നറിയോ? നിങ്ങളെ വർത്താനം നമ്മളെ ഹിറ്റ്മാന്റെ നമ്പർ കിങ് ആണ് തീർത്തു തരും.